എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോടകം 6 ക്ലാസ് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എംബ്രോയ്ഡറി ത്രെഡ് 6 ഇഴ നൂലാണ് ഉണ്ടാവുക. അതിൽ 3 ഇഴ നൂല് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതുവരെയുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് 6 ഇഴ നൂലും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ട്, അതായത് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ബോർഡിൽ. ഇനിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. നമ്മൾ ത്രെഡ് അതിനുശേഷം നമ്മൾ നേരത്തെ 5ാമത്തെ സ്റ്റിച്ചായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ബാക്ക് സ്റ്റിച്ച് ചെയ്തത് അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഒരു എൻഡിൽ നിന്നല്ല, അതായത് ഒരു കോർണർ നിന്നല്ല നമ്മൾ തുടങ്ങുന്നത്. കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഇതേപോലെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കോട്ടേക്കാണ് സൂചി കുത്തി കൊടുക്കുന്നത്. സാധാരണ ഇതുവരെ നമ്മൾ ചെയ്തത് മുന്നോട്ടേക്കായിരുന്നു. ഈ 2 സ്റ്റിച്ചും നമ്മൾ ചെയ്യുന്നത് ബാക്കോട്ടേക്കാണ്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് അതേപോലെ തന്നെ ചെയ്യുക. 2ാമത്തെ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലാണ് പിന്നെ നമ്മൾ സൂചി കുത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം ചെയ്തത് നമ്മൾ കഴിഞ്ഞ ബാക്ക് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡിലാണ്. 2ാമത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ പിന്നെ സൂചി കുത്തി കൊടുക്കുന്നത്. ഇത് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ആയാലും ബാക്ക് സ്റ്റിച്ച് ആയാലും വളരെ സേഫ് ആയിട്ടുള്ള സ്റ്റിച്ചസാണ്. കാരണം ഇതിങ്ങനെ ഇടയിൽ ഇങ്ങനെ ബാക്കോട്ടേക്ക് വരുന്നത് കാരണം തന്നെ ഇതിൻ്റെ നൂല് അഴിഞ്ഞു വരാൻ സാധ്യത വളരെ റെയറാണ്. അതായത് ഇത് പെട്ടെന്നൊന്നും ഈ സ്റ്റിച്ച് അങ്ങനെ അഴിഞ്ഞു വരില്ല. ഹാൻഡ് എംബ്രോയ്ഡറിയിലെ ഈ സ്റ്റിച്ച് പെട്ടെന്നൊന്നും അഴിഞ്ഞു വരില്ല. അതുപോലെ തന്നെ വളരെ സൂക്ഷിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സ്റ്റിച്ച് കൂടിയാണ്. എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് കെട്ട് കുടുങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അയച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബാക്കി സ്റ്റിച്ച് നമുക്ക് അയച്ചെടുത്തിട്ട് പിന്നെ അതേ നോർമൽ രീതിയിൽ, അതായത് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് പിന്നെ ചെയ്യാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ചിട്ട് സേഫായിട്ട് ചെയ്യുക. സമയമെടുത്ത് ആക്കം പോലെ ആദ്യം സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുക. എന്നിട്ട് അതൊരു എയിം ആയതിനു ശേഷം മാത്രം നിങ്ങൾ മോട്ടിഫിലേക്ക് ഒരു ഡിസൈനായിട്ട് മാറ്റി ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്റ്റിച്ച് വളരെ സേഫാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുകൂടി ചെയ്യേണ്ടതായിട്ടുള്ളൊരു സ്റ്റിച്ച് കൂടിയാണ് നമ്മളുടെ ഈ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ബീഡ് വർക്ക്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പം ബേസായിട്ട് അല്ലെങ്കിൽ ഔട്ടർ ലൈനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം പറയുന്നത് ഈ ബാക്ക് സ്റ്റിച്ചും സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചും ഒക്കെ ആയിരിക്കും. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് അതെന്താണെന്ന് ആലോചിച്ചിരിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം തന്നെ നന്നായിട്ട് പഠിക്കുക. വെറുതെ വീഡിയോ കണ്ട് ഒഴിവാക്കരുത്, പഠിക്കുക. ഒരു വേസ്റ്റ് ആയിട്ടുള്ള തുണി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ക്ലോത്തൊന്നും മേടിക്കേണ്ട. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ 1-2 എംബ്രോയ്ഡറി ത്രെഡ് മാത്രം മേടിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമുക്ക് ഒരുപാട് പേര് നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസിനൊക്കെ നമുക്ക് അവർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ആ ഫോട്ടോസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഒപ്പം നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻ അതെന്തോ ആയിക്കോട്ടെ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം. നിങ്ങളോട് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസ് നമ്മൾ കാണിച്ചു തരുമ്പോൾ നമുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസും വരണം എന്നുള്ള വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം നമ്മളിതുപോലെ ബട്ടർ പേപ്പറും കാർബൺ പേപ്പറും ഉപയോഗിച്ചിട്ട് ഞാനിതുപോലെ ഒരു റോസും അതിൻ്റെ ലീഫും വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ റിങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് വീണ്ടും ഉൾപ്പെടുത്തി നിങ്ങളെ ബോറടിപ്പിക്കാത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് 3 ഇഴ നൂല് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഈ സ്റ്റിച്ച്, അതായത് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് 6 ഇഴ നൂല് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫുള്ളായിട്ട് റോസ് ഒന്ന് ചെയ്തെടുക്കാം. റോസിൻ്റെ ഔട്ടർ ചെയ്തെടുക്കാം, അതിന് ശേഷം ഇന്നർ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം എവിടെ നിന്നാണോ തുടങ്ങുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് മുന്നോട്ടേക്കായിട്ട് നമ്മൾ ഇതേപോലെ സൂചി താഴത്തുനിന്ന് മുകളിലേക്ക് കുത്തി എടുക്കുക. എന്നിട്ട് ബാക്കോട്ടേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തത് മുന്നോട്ടേക്കായിരുന്നു, അതായത് കഴിഞ്ഞ സ്റ്റിച്ച് വരെ നമ്മൾ ചെയ്തത് മുന്നോട്ടേക്കായിരുന്നു. പക്ഷേ കഴിഞ്ഞ സ്റ്റിച്ചും ഈ സ്റ്റിച്ചും നമ്മൾ ചെയ്യുന്നത് ബാക്കോട്ടേക്കാണ്.
ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇതേപോലെ സൂചി നിങ്ങൾ എടുക്കുക. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ സൂചി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതേ മെത്തേഡ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഔട്ടർ ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഇന്നർ ചെയ്യുക. അതല്ലെങ്കിൽ കണ്ടിന്യൂഷൻ വരുന്ന രീതിയിൽ ചെയ്യാൻ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഫുള്ളായിട്ട് ചെയ്യാം. പിന്നെ ത്രെഡ് തീർന്നു പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ബാക്കോട്ടേക്ക് കുത്തി നിർത്തിയതിന് ശേഷം, അതായത് സാധാരണ നമ്മൾ മുന്നോട്ടേക്ക് നിർത്തിയിട്ട് താഴോട്ടേക്ക് സൂചി ഇറക്കിയിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കോട്ടേക്ക്, അതായത് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ബാക്കോട്ടേക്ക് കുത്തിയിട്ട് ഇറക്കി താഴോട്ടേക്ക് ഇറക്കിയതിന് ശേഷം ലോക്ക് ചെയ്തിട്ട് ആ ത്രെഡ് കട്ട് ചെയ്യുക. എന്നിട്ട് വേറെ നിങ്ങൾ പുതിയ ത്രെഡ് കോർത്തെടുത്തിട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ മൊത്തമായിട്ട് ചെയ്തെടുക്കുക. നമ്മൾ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് കാണിച്ചു തരാത്തത് അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് ഈ സ്റ്റിച്ച് വേഗം ഓടിച്ച് വിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ബോർഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം ഓടിച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ റോസ് മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്ത് ലീഫും കൂടി ചെയ്യാം. സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത്, എന്നാലും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഇപ്പോൾ ലൈറ്റ് കളറാണ് ശരിക്കും ഗ്രീൻ എടുത്തത്. ശരിക്കും ഒരു ഡാർക്ക് ഗ്രീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഡാർക്ക് കളറുള്ള ആങ്കർ ത്രെഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ത്രെഡ് ഉപയോഗിച്ചിട്ട് എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഒന്നുകൂടെ ഭംഗിയായേനെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഈ റോസിൻ്റെ പെറ്റൽസൊക്കെ ആകുമ്പോൾ അതിനൊരു ഒടിവുണ്ടാവും, ചെറിയ ചെറിയ ഇങ്ങനെ കട്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിനനുസരിച്ചിട്ട് അതുപോലെ തന്നെ നോക്കിയിട്ട് നിങ്ങൾ വരച്ചു കൊടുത്തതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ വളരെ നീറ്റായിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓരോന്നായിട്ട് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് ചെയ്യുമ്പോൾ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആദ്യം സ്റ്റിച്ച് ബോർഡിൽ ചെയ്യാൻ വേണ്ടി പറയുന്നത്. കാരണം സ്റ്റിച്ച് ബോർഡിൽ ഒരറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഏകദേശം നന്നായിട്ട് വഴങ്ങും. അപ്പോൾ അതിനോണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ, അതുപോലെ ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു വീഡിയോയിൽ ഒറ്റ സ്റ്റിച്ച് മാത്രം ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്, അതായത് ഹാൻഡ് എംബ്രോയ്ഡറി അറിയാത്ത ആളുകൾക്ക്, ഇഷ്ടമുണ്ട് പുറത്ത് പോയിട്ട് പഠിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ 1, 2, 3 സ്റ്റിച്ചസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ നിങ്ങളിത് വെറുതെ ഒരു രസത്തിന് കാണുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്കിതൊരു ബിസിനസ്സാക്കി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരുന്നിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ക്ലോത്തിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. കാരണം ഈ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ ഡിസൈനിനും ചിലപ്പോൾ ഓരോ സ്റ്റിച്ചസ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം വരുന്നതൊക്കെ വളരെ സിമ്പിളാണ്. ഇനി വരുന്ന ഡിസൈൻസ് അല്ലെങ്കിൽ സ്റ്റിച്ചസ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് ആയിരിക്കും. കാരണം ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ആദ്യം തന്നെ പഠിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്തെടുത്ത് സ്റ്റിച്ച് ബോർഡ് ചെയ്തതിന് ശേഷം മാത്രം മോട്ടിഫ് ചെയ്ത് നോക്കൂ, എല്ലാവരും ചെയ്യൂ, വെറുതെ കണ്ട് വീഡിയോ ഒഴിവാക്കരുതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് അയച്ചിരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.